തിരുവനന്തപുരത്ത് ബി.ജെ.പി. കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യ സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് കൈരളി ന്യൂസിന്. അനിൽകുമാർ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക ക്രമക്കേട് നടന്നതാണ് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം അനിലിന്റെ ആത്മഹത്യയിൽ ബി.ജെ.പി. പ്രവർത്തകർക്കിടയിൽ തർക്കം മുറുകുകയാണ്. ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി നഗരസഭാ കൗൺസിലറുടെ ഭർത്താവ് തന്നെ രംഗത്തെത്തുന്ന സാഹചര്യവുമുണ്ടായി. നിരപൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, ബി.ജെ.പി. നേതാവായിരുന്ന തിരുമല അനിലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ വാദങ്ങൾ ഓരോന്നായി പൊളിയുന്നതാണ് ഇന്ന് കൈരളി ന്യൂസ് പുറത്തുവിട്ട വാർത്തകൾ. ആദ്യമായി പോലീസിൻ്റെ വലിയ തരത്തിലുള്ള സമ്മർദ്ദം കാരണമാണ് അനിൽ ആത്മഹത്യ ചെയ്തത് എന്ന വാദമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം ആരോപണമായി ഉന്നയിച്ചത്. പക്ഷേ അത്തരമൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു എന്ന കാര്യം വാസ്തവമാണ്. പക്ഷേ ആ പരാതിക്കാരിയായിട്ടുള്ള വത്സല തന്നെ അങ്ങനെ ഒരു തരത്തിലും സ്റ്റേഷനിൽ നിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടായില്ല. മാത്രമല്ല ആ സ്റ്റേഷനിലേക്ക് പോകാൻ നിർബന്ധിച്ചത് ഈ അനിൽ തന്നെയാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ കൈരളി ന്യൂസിനോട് നടത്തി. മാത്രമല്ല സ്റ്റേഷനിൽ നിന്ന് ഒരു തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടില്ല. ബി.ജെ.പിയുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കളുടെ സമ്മർദ്ദമാണ് അദ്ദേഹത്തെ പൂർണ്ണമായി കൈയൊഴിഞ്ഞതിൻ്റെ പ്രതിഷേധമാണ് സ്വാഭാവികമായി അദ്ദേഹം മരണത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലും വത്സല നടത്തുകയുണ്ടായി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിൽ നിർണായകമായി മാറുന്നത്. അനി പറഞ്ഞ് ഇവര് മൂന്നുപേരും നിൽക്കുക, ചേച്ചി ഒരു കാര്യം ചെയ്യണം, ചെന്ന് സിയെ കാണണം, എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഈ പൈസക്ക് ഒരു അധികാരവും ഇല്ലെന്നുള്ള ഇതിലാണ് അവരെല്ലാവരും കൂടെ എൻ്റെ പുറത്ത് കയറിയിരിക്കുന്നത്. അനി ചേച്ചി ഒരു കാര്യം ചെയ്യണം, കൂടെ സ്റ്റേഷനിൽ ചെന്ന് പറയണം. എന്നാൽ അവരെല്ലാരും കേട്ട് അനി അത് വേണോ, അവർക്ക് കാല് വയ്യാതെ ഇരിക്കുകയില്ലേ, എങ്ങനെ പോയി എന്നാൽ ആട്ടയിൽ വരെ പൈസ കൊടുത്ത് ആട്ടക്കാരൻ്റെ കൊടുത്ത് എനിക്ക് പൈസയും കൊടുത്താണ് ആട്ടയിൽ എന്നെ കയറ്റി വിട്ടത്. അപ്പൊ ഇരിവ് മാറി എൻ്റെ വീട്ടിൽ പൈസയ്ക്ക് വേണ്ടി പറയാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നതാണ്, അല്ലാതെ ഗിരി വേറെ ഒന്നിനുമില്ല. അതിന് വിളിച്ചോണ്ട് വന്നത് പറയാൻ ഒരു ഇച്ചി പോകുന്നൊരു വാക്ക് അനിയ പറഞ്ഞിട്ടില്ല. അനിയ പറയേണ്ട ആവശ്യമില്ല. അനിച്ചേട്ടാന്നാണ് ആ പയ്യൻ വിളിച്ചത് പോലീസുകാർ. അല്ല ഇല്ലാത്തത് അത് ഇത്രയും ഉണ്ടാകുന്ന ആ ലേഡിയാണ്. കുറച്ച് പൈസയെങ്കിലും എനിക്ക് കൊണ്ട് തരാൻ വേണ്ടി പറഞ്ഞതാണ് ചികിത്സയ്ക്ക്. അസിത, ഒപ്പം തന്നെ പുതിയ വെളിപ്പെടുത്തൽ കൂടി നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബാങ്കിൻ്റെ ഉത്തരവാദിത്വം ബി.ജെ.പിക്ക് ഇല്ല എന്ന് വാദമുഖങ്ങൾ നിരത്താൻ ബി.ജെ.പി. നേതാക്കൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ബി.ജെ.പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ഇപ്പോഴുള്ള ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിട്ടുള്ള ഗോപാൽജി എന്ന് വിളിക്കുന്ന ഗോപാൽ ഇതിലെ ഡയറക്ട് ബോർഡ് അംഗമാണ്. മറ്റ് ബി.ജെ.പി. നേതാക്കളും ഇതിൽ ഉണ്ട്. ഒപ്പം തന്നെ ബി.ജെ.പി. നേരിട്ട് നയിക്കുന്ന ബാങ്കാണ്. അതിൻ്റെ ഈ പറയുന്ന ബോർഡ് അംഗങ്ങളുടെ വിശദാംശങ്ങൾ കൈരളി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ബാങ്കിൻ്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഗുരുതരമായ കണ്ടെത്തലാണ്. സി ക്ലാസ് അംഗങ്ങൾക്ക് പോലും വഴിവിട്ട് രേഖകളില്ലാതെ വായ്പകൾ നൽകിയ വഴി 2 കോടിയിലധികം വരുന്ന ബാധ്യത ബാങ്കിലുണ്ടായി. നിയമനത്തിൽ 1,08,00,000 രൂപയുടെ ബാധ്യത ബാങ്കിനുണ്ടായി. ഒപ്പം തന്നെ പലതരത്തിൽ പലിശ ഇളവുമായി ബന്ധപ്പെട്ട് 14 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടായി. അങ്ങനെ സഹകരണ ചട്ടങ്ങൾ പൂർണ്ണമായി ലംഘിച്ചാണ് ഈ ബാങ്ക് പ്രവർത്തിച്ചത് എന്ന വിവരങ്ങൾ പുറത്തു വന്നു. ഒപ്പം തന്നെ ആ ബാങ്കിൽ നിന്ന് വലിയ തരത്തിൽ സമ്മർദ്ദം അനിൽകുമാറിന് തുടർച്ചയായി ഉണ്ടായിരുന്നു. ഒരു കൗൺസിലർ തന്നെ ബി.ജെ.പിയുടെ നേതാക്കൾ തന്നെ അവിടെ നിന്ന് വായ്പ എടുത്തിരുന്നു. ആ വായ്പയുടെ തുക അവർ അടച്ചില്ല. എന്നാൽ FD അക്കൗണ്ടിലേക്ക് പണം കൂടുതൽ ക്ഷണിച്ചത് അനിൽകുമാർ ആയിരുന്നു. വല്ലാത്ത സമ്മർദ്ദത്തിലേക്ക് ഈ അക്കൗണ്ടിലേക്ക് പണം ആവശ്യപ്പെട്ട് പലരും വന്നപ്പോൾ വലിയ സമ്മർദ്ദത്തിലേക്ക് അനിൽകുമാർ മാറി. ബി.ജെ.പി. ലീഡർഷിപ്പ് പൂർണ്ണമായി കൈവിട്ടു. ഒപ്പം തന്നെ സൊസൈറ്റിയുടെ ഈ ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള നീലിമ M. കുറുപ്പ് വളരെ മോശമായി അനിലുമായി പെരുമാറി. അത്തരത്തിൽ ബി.ജെ.പി. നേതാക്കളും ബാങ്കിൻ്റെ സെക്രട്ടറിയും പൂർണ്ണമായി അനിലിനെ കൈവിട്ടതോടെ പൂർണ്ണമായി ഒരു തരത്തിലുള്ള ആശ്രയമില്ലാതെയാണ് അദ്ദേഹം സമ്മർദ്ദത്തിന് വഴങ്ങി ആത്മഹത്യ ചെയ്തത് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നത്. ഇനി ബി.ജെ.പി. നേതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്ത് തരത്തിലുള്ള വിശദീകരണമാണ് ഇനി നൽകാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസിലെ റിപ്പോർട്ടർ സുലൈഖയ്ക്ക് നേരെ അടക്കം വലിയ തരത്തിലുള്ള ആക്രോശമാണ് ഈ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയത്. അത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ആക്രോശത്തിലേക്ക് പോയത്? കാരണം മറച്ചുവെക്കാൻ ബി.ജെ.പിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നതാണ്. അത് പുറത്തു വരികയായിരുന്നു ഇന്നത്തെ ഓരോ വാർത്തയിലും ഓരോ റിപ്പോർട്ടിലും. ഇനി വരും ദിവസങ്ങളിലും ബി.ജെ.പി. ലീഡർഷിപ്പ് എന്ത് നിലപാടെടുക്കും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അസിത. ശരി, നിരൂപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.